സോഷ്യൽ മീഡിയയിൽ നിരന്തരം ആകർഷകമായ കണ്ടന്റ് പോസ്റ്റ് ചെയ്യാൻ ഒരു കണ്ടന്റ് കലണ്ടർ വളരെ സഹായകരമാണ്. എങ്ങനെ ഒരു നല്ലൊരു കണ്ടന്റ് കലണ്ടർ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം കണ്ടന്റ് കാറ്റഗറി തീരുമാനിക്കുക എന്നതാണ്. നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യമായ വിവിധ തരം കണ്ടന്റുകൾ തിരിച്ചറിയാം. ഉദാഹരണത്തിന് പ്രോഡക്റ്റ് അപ്ഡേറ്റുകൾ, ടിപ്സ്, കസ്റ്റമർ ടെസ്റ്റിമോണിയൽസ്, എൻ്റർടൈനിങ് പോസ്റ്റുകൾ ഇങ്ങനെ തുടങ്ങി നിങ്ങളുടേതിന് മാച്ചാവുന്ന രീതിയിലുള്ള കണ്ടന്റ് ആദ്യം കണ്ടെത്തുക എന്നതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, പോസ്റ്റിംഗ് ഷെഡ്യൂൾ ക്രമീകരിക്കുക. ഓരോ പ്ലാറ്റ്ഫോമിലും എപ്പോഴൊക്കെ പോസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുക. ദിവസം ചെയ്യണോ, ആഴ്ചയിൽ ചെയ്യണോ, ആഴ്ചയിൽ എത്ര തവണ ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം, ഇവയൊക്കെ പ്ലാൻ ചെയ്യുക. ഗൂഗിൾ കലണ്ടർ, എക്സൽ പോലുള്ള ടൂളുകളൊക്കെ ഇതിന് ഉപയോഗിക്കാൻ സാധിക്കും. കണ്ടന്റ് ഐഡിയാസ് മുൻകൂട്ടി തയ്യാറാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ കാറ്റഗറിക്കും അനുയോജ്യമായ കണ്ടന്റ് ഐഡിയകൾ ലിസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഇൻഡസ്ട്രിയിലെ പ്രധാന ദിവസങ്ങൾ, ഈവൻറ്റുകൾ ഇവയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുക. കണ്ടന്റ് ക്രിയേഷന് സമയക്രമം നിശ്ചയിക്കുക എന്നുള്ളതും പ്രധാനമാണ്. എപ്പോഴാണ് കണ്ടന്റ് തയ്യാറാക്കുക, എപ്പോഴാണ് എഡിറ്റ് ചെയ്യുക, എപ്പോഴാണ് ഷെഡ്യൂൾ ചെയ്യുക, ഇവയൊക്കെ തീരുമാനിച്ച് ചെയ്യേണ്ടതുണ്ട്. ക്യാൻവ, ബഫർ പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് മുൻകൂട്ടി തയ്യാറാക്കി ഇതൊക്കെ ഷെഡ്യൂൾ ചെയ്യാനും സാധിക്കും. ലാസ്റ്റ് വൺ, അനലറ്റിക് റിവ്യൂവിന് പ്രാധാന്യം നൽകുക എന്നതാണ്. നമ്മൾ കണ്ടന്റ് പോസ്റ്റ് ചെയ്തതിനു ശേഷം ഏത് തരം കണ്ടന്റ് ആണ് കൂടുതൽ എൻഗേജ്മെന്റ് നേടുന്നത് എന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട്. ഈ ഡാറ്റ അനുസരിച്ച് നിങ്ങളുടെ കണ്ടന്റ് കലണ്ടർ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തു തുടങ്ങിയല്ലേ? സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇറ്റ്സ് മീ മുഹമ്മദ് ഷഫീഫ്, വയർലെസ് മീഡിയ. അടുത്ത വീഡിയോയിൽ അടുത്ത കാര്യം. ഫോളോ ആൻഡ് ഷെയർ. താങ്ക് യു.